ഒരിക്കലും ആനകൾ ഒഴിഞ്ഞിട്ടില്ലാത്ത ഉട്ടോളി വീട്ടിൽ ഒരാന പോലും ശേഷിക്കാതെ എല്ലാവരും പടിയിറങ്ങിയ വേളയിലാണ് ഇവർ രണ്ടുപേരും വരുന്നത്. ഈശ്വരവിശ്വാസിയും വിധിയിൽ വിശ്വസിക്കുന്നയാളുമായ കൃഷ്ണൻകുട്ടി പറയുന്നത് പോലെ ആകാരത്തികവൊത്ത 5 കൊമ്പന്മാർ ആരെയും മോഹിപ്പിച്ചുകൊണ്ട് നിന്ന തറവാട് പെട്ടെന്ന് ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയായി. സാമ്പത്തിക ബാധ്യതയോ മറ്റു പ്രശ്നങ്ങളോ ആയിരുന്നില്ല അവരൊക്കെ ഉട്ടോളി വിട്ടുപോകുവാൻ കാരണം. കൃഷ്ണൻകുട്ടിയുടെ 2 ആൺമക്കളും വിദേശത്ത് പോയി. വീട്ടിൽ പിന്നെ ആരുമില്ലാത്ത അവസ്ഥ. കൃഷ്ണൻകുട്ടിക്ക് ബിസിനസ് തിരക്കുകൾ. ഒട്ടും നനച്ചിരിക്കാതെ ആദ്യം 2 പേർ പോയി, പിന്നാലെ മറ്റു 3 പേരും. അതൊരു മഹാശൂന്യതയായിരുന്നു. ഉട്ടോളി അയ്യപ്പനും ഉട്ടോളി രാജശേഖരനുമൊക്കെ നിർബാധം നിന്നിരുന്ന ഇടങ്ങൾ ശൂന്യമായി കിടക്കുന്ന കാഴ്ച അധിക നേരം അങ്ങനെ കണ്ടു നിൽക്കാൻ കൃഷ്ണൻകുട്ടിക്കാകുമായിരുന്നില്ല. വിദേശത്ത് പോയ മക്കളും ആനകളെ ഒഴിവാക്കിയതിന് പ്രതിഷേധമറിയിച്ചു. എന്നാൽ അതിനൊക്കെ ഏറെ മുമ്പേ കൃഷ്ണൻകുട്ടി ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ഉട്ടോളി തറവാട്ടിൽ ആരുമില്ലെങ്കിലും ഇവിടെ ആന വേണം. ആന ഉണ്ടായേ പറ്റൂ. അത് കാലത്തിൻ്റെ നിയോഗമാണ്, ഈശ്വര നിശ്ചയമാണ്. അതാരും ലംഘിക്കാൻ പാടില്ല, തെറ്റിക്കുവാൻ പാടില്ല. അങ്ങനെ പൂർവ്വനിശ്ചയങ്ങളെല്ലാം മാറ്റി കൃഷ്ണൻകുട്ടി വീണ്ടും ആനകളെ വാങ്ങി. ഉട്ടോളി തറവാട്ടിലെ ഓരോ മൺതരിയെയും ഉഷാറാക്കി. അങ്ങനെ എത്തിയവരാണ് ഉട്ടോളി ശിവനും ഉട്ടോളി പ്രസാദും. സത്യം പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയുടെ ആനേനെ വിട്ടിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ആന രണ്ടാമതും വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഇതിൽ നമുക്കിവിടെ കൃഷ്ണൻകുട്ടിയുടെ ഈ ആനഫീൽഡിൽ ഇങ്ങനെ വന്നപ്പോൾ ഈ ആനയോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ആനയോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. ആന ഇവിടെ മേടിച്ച് കൃഷ്ണൻകുട്ടിയുടെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആനയോടുള്ള താല്പര്യങ്ങൾ ഇവിടെ വരാനും പിന്നെ ആനകൾക്ക് പട്ടിട്ട് കൊടുക്കാനും ആനകൾക്ക് ആന കുളിപ്പിക്കുക. കൃഷ്ണൻകുട്ടിയുടെ ഈ ആന മറ്റാന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ആന അപ്പോന്ന് പറഞ്ഞ ആന വന്നതോടുകൂടി നമുക്ക് വളരെ സന്തോഷം, താല്പര്യം വീണ്ടും വർദ്ധിക്കാനും ഞാൻ ആനപ്പുറത്തൊക്കെ കയറാനും ഒക്കെ വലിയൊരു ഇതൊക്കെ ഉണ്ടായി. ഇതാണ് ഇവിടെ 5 ആന നിന്നിട്ട് ഒറ്റ ആനല്ലാണ്ടായിപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ചേട്ടൻ്റെ മുഖത്ത് തന്നെ നോക്കാൻ ഞങ്ങൾക്കൊരു ഇതായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഒരു സന്തോഷമായി, 2 ആന വന്നപ്പോൾ ഒരു സന്തോഷമായി. ഇനിയും മേടിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇപ്പോഴും നിൽക്കുന്നത് മനസ്സിൽ. കൃഷ്ണേട്ടൻ ഞങ്ങളൊരു മുതലാളിയും ഒരു ചേട്ടനും കൂടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപോകുന്നത് ഇത്ര നാൾ വരെ. ഉട്ടോളി ശിവന് ഇപ്പോൾ പ്രായം മധുര 18. വെറും ചിന്ന പയ്യൻ. കാര്യങ്ങൾ പഠിച്ചും കേട്ടും വരുന്നതേയുള്ളൂ. ആ സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. കാലം കൃത്യമായി ഒരുക്കിത്തരുന്ന സൗഭാഗ്യമെന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഇവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് കാര്യങ്ങൾ. ഈ പ്രായത്തിൽ ഇവിടെ ഇങ്ങനെ 4-5 വർഷം നിൽക്കാൻ കഴിഞ്ഞാൽ മതി, ജീവിതം സുരക്ഷിതമാകും. കൃഷ്ണൻകുട്ടിയുടെ സംരക്ഷണം അത്രത്തോളം മികച്ചതാണ്. ഭാവിയെ സമ്പന്നമാക്കുന്ന 1-ലേറെ ലക്ഷണങ്ങൾ ഇവൻ്റെ ഉടലിൽ തളഞ്ഞു കിടപ്പുണ്ട്. അവ വൈകാതെ വിളയും. ഉത്സവപ്പറമ്പുകളിലെ വേദികൾ ഇപ്പോൾ തന്നെ 2 കൈകളും നീട്ടിയാണ് ഈ കുട്ടിക്കുറുമ്പനെ സ്വീകരിക്കുന്നത്. നല്ല ഉറപ്പുള്ള കൊമ്പുകൾ, നീളൻ തുമ്പി, മദഗിരി തെളിയുന്ന മസ്തകം, മുറം പോലുള്ള ചെവികൾ, ഉത്സാഹം നിറഞ്ഞ തേൻ കണ്ണുകൾ, ചലനത്തെ ആകർഷണീയമാക്കുന്ന നട അമരങ്ങൾ, 18 നഖങ്ങൾ. ഇങ്ങനെ ഭാവി വാഗ്ദാനമെന്ന് പറയാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഇവനിലുണ്ട്. ഉട്ടോളി വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇവന് വഴിപാടി ശേഖരൻ, കടവിലാൽ അപ്പു എന്നിങ്ങനെ മറ്റു പേരുകളും ഉണ്ടായിരുന്നു. മഴ മുറിയാതെ പെയ്യുന്ന ആസാം വനത്തിൽ നിന്നും 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവൻ കേരളത്തിലേക്ക് വരുന്നത്. 2-3 വർഷം പലരുടെയും കൈകളിൽ കഴിഞ്ഞു. കുട്ടിച്ചട്ടമൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞ ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വഭാവത്തിലെ ശാന്തതയാണ്. മഴ തോരാതെ പെയ്യുന്ന വനത്തിൽ കഴിഞ്ഞതുകൊണ്ടാകണം നോക്കിലും നടപ്പിലുമെല്ലാം ഒരു തണുപ്പുണ്ട്, ശാന്തതയുണ്ട്. ശിക്ഷിച്ച് വരുതിയിലാക്കി ഭയപ്പെടുത്തുകയൊന്നും വേണ്ട. കാര്യങ്ങൾ സൗമ്യമായി പറഞ്ഞുകൊടുത്താൽ മതി. എന്തിനാ വടിയെടുക്കുന്നത്, ഞാൻ അനുസരിക്കുമല്ലോ എന്ന് മറുത്തു ചോദിക്കും. കൃഷ്ണൻകുട്ടിയെപ്പോലെ തന്നെ ഉള്ളിൽ ഭക്തിയും ഭയവുമൊക്കെ ഉള്ള ശാന്തശീലനാണ് ഉട്ടോളി ശിവൻ. ഈ രാജശേഖരൻ, അയ്യപ്പൻ തുടങ്ങിയ ഈ നല്ല ആനകളെ പിന്നെ കൈമാറിയതിന് ശേഷം ഈ 2 ആനകളെയും പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? ഒരു നിമിത്തം എന്നുള്ള രീതിയിലാണ്. ആനകൾ പോയപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ കൊടുത്തത് നല്ല ആൾക്ക് എന്നുള്ള ഇതിൽ
തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ആന വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലക്കിൽ രണ്ടുപേരും നമ്മുടെ തറവാട്ടിലേക്ക് തന്നെ വന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രസാദ് ആനയെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് മംഗലാംകുന്ന് കർണൻ്റെ ഒരു പിന്നെ തലയാണ്. കാര്യം ഇത് നല്ല നിലവിൽ നിൽക്കുന്ന ആനയാണ്, നല്ല നിലവിൽ നിൽക്കുന്ന ആനയാണ്. കൊമ്പ് ഏകദേശം മംഗലാംകുന്ന് കർണൻ ഒരുപക്ഷെ കുറച്ച് കീഴ്പോട്ടൂടെ പോയിരിക്കാം, ഇതങ്ങനെയല്ല, കുറച്ച് എടുത്തു പോവാണ്. പിന്നെ ചെവികൾ, കീറലും തുളയിലും ഇല്ലാത്ത ചെവികൾ, അതുപോലെ കണ്ണ് ശരിക്കും തേനാർന്ന കണ്ണ് എന്ന് മാതംഗലിയിലെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിക്കും തേനിൻ്റെ കളറുള്ള കണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ ആനയ്ക്കും മറ്റ് പിന്നെ എല്ലാ ലക്ഷണ തിവുകളും ഉണ്ട്. അപ്പോൾ അത് കാരണം ഇത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കണ്ട് മേടിച്ചതാണോ, അതോ ഈ പറഞ്ഞ പോലെ ഭാഗ്യവശാൽ വന്നേണ്ട കൈകളിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നെത്തി എന്നുള്ളതാണോ? അത് ഒരു ഭാഗ്യം തന്നെ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ രാജശേഖരന് ഒരിക്കലും കൊടുക്കുന്നുള്ള ഒരു വിചാരം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അന്ന് കൈമാറിയപ്പോഴും നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വരും എന്നുള്ളൊരു വിശ്വാസം അച്ഛനായാലും പറയും. യോഗം ഉണ്ടെങ്കിൽ എന്തായാലും വേറെ ഒരാളെത്തും എന്നുള്ളതല്ലേ, അതിൻ്റെതായ ഒരു രീതിയിലെത്തി എന്നുള്ളത്.